ഹായ് ഡിയേഴ്സ്, ടാറോ ട്യൂണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ചും അതുപോലെ നിങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളതാണ്. ഈ ബന്ധത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജിയും അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് നല്ലതുപോലെ ചിന്തിക്കുക. ആ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് കൂളായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ കാർഡ്സെല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ എനർജിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജിയാണ് ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ 5 ഓഫ് കപ്സ്, King of Pentacles and 5 of Swords. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആദ്യം നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. നിങ്ങളിപ്പോൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. പാസ്റ്റിൽ ഉണ്ടായ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഡെസ്പാണ്. നിങ്ങൾ വളരെ ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. പുതിയ റിലേഷൻ വേണമെന്ന് ആഗ്രഹം കണക്ട് ആകാനും സാധിക്കും. ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരു ഹോപ്പുമില്ല. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നില്ല, റെസ്പെക്റ്റ് തരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമായിരുന്നു എന്ന്, നിങ്ങളോട് സംസാരിക്കുമായിരുന്നു. ആ വ്യക്തിയുടെ സ്നേഹം സത്യമായിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കില്ല. നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആണ്. കാരണം ഈ ലവ് റിലേഷനിൽ വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ഉണ്ടാകുന്നത് നിങ്ങൾ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് റീഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരുപാട് റീഡിംഗ് ഒക്കെ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി വളരെയധികം ഡ്രെയിൻ ആകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതൊന്നും മറ്റുള്ളവരെ അറിയിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സ് തരുന്നുണ്ട്. നിങ്ങൾ ആ ഇൻറ്റ്യൂഷനെല്ലാം വാല്യൂ കൊടുക്കുന്നുമുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസും 10 ഓഫ് വാൻഡ്സ്. ഈ കണക്ഷനിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആ വ്യക്തി വളരെയധികം ആലോചിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നതിനെക്കുറിച്ചും നന്നായി തന്നെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹെവി റിലേഷൻഷിപ്പാണ്. ആ വ്യക്തിയുടെ അഭിപ്രായത്തിൽ ഇതൊരു ഹെവി റിലേഷൻഷിപ്പാണ്. വളരെയധികം ബേർഡനും ഇറിറ്റേഷനും ഒക്കെ ആ വ്യക്തിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബേർഡൻ എന്ന് പറയാൻ കാരണം ആ വ്യക്തിക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ വ്യക്തിയുടെ ജോലിയിൽ പോലും ആ വ്യക്തിയെ ശ്രദ്ധിക്കാനാകുന്നില്ല. എന്നാലോ നിങ്ങളോട് സംസാരിക്കണമെന്ന് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് എപ്പോഴും അവരുടെ ഫ്രീഡം വേണം, പ്രൈവസി വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ വ്യക്തി ഈ റിലേഷനിൽ നിന്ന് അകന്നു നിൽക്കുന്നതും. ആ വ്യക്തി എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചോദ്യം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ഈ കണക്ഷനിൽ നിന്നത്. നിങ്ങളിൽ നിന്ന് അകന്നപ്പോൾ തന്നെ വളരെയധികം ഫ്രീഡം കിട്ടിയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. നിങ്ങളെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സ്ട്രെസ്സും അതുപോലെ തന്നെ ആങ്സൈറ്റിയും വീണ്ടും അനുഭവിക്കാൻ അവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് ശരിക്കും ഒരു ബർഡൻ തന്നെയായിരുന്നു അവർക്ക്. എന്നാലോ നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് വളരെയധികം ആഗ്രഹവുമുണ്ട്. പക്ഷേ ഈ ബന്ധത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അതിനവർ തയ്യാറല്ല. ഈ ബർഡനും കൊണ്ട് നടക്കാനും ഒട്ടും തന്നെ അവർ തയ്യാറല്ല. അവരിപ്പോൾ പോസിറ്റീവ് തോട്ട്സോടു കൂടി തന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചേക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ഇത് നടക്കട്ടെ, ഞാനായിട്ട് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല, അങ്ങനെയാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു റിസ്ക് ഏറ്റെടുത്ത് കഴിയുമ്പം നിങ്ങളെ എന്താ പറയണത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ബന്ധം സംരക്ഷിക്കണം.
നിങ്ങൾക്ക് സ്നേഹം തരണം. ഇതൊക്കെ ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. അതിനവർ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്യാഷ്വൽ അല്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നത് നിങ്ങളൊട്ടും ഫ്രണ്ട്ലി അല്ല, ക്യാഷ്വൽ അല്ല, ഭയങ്കര ഇമോഷണൽ ആണെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെയധികം എക്സ്ട്രീമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ടൈം വേണം, അറ്റൻഷൻ വേണം, ഒരുപാട് സ്നേഹം, അതുപോലെ ഒരുപാട് പാമ്പറിങ്, അങ്ങനെ എല്ലാം വേണം ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന്. പക്ഷേ അവർക്ക് എപ്പോഴും അങ്ങനെയൊന്നും ആകാനും സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അംബീഷൻ അല്ലെങ്കിൽ അവരുടെ വർക്ക്, ഇതിലൊക്കെ അവർക്ക് വളരെയധികം സ്ട്രെസ്സുണ്ട്. അതുപോലെ തന്നെ എന്താ നിങ്ങൾ ഇതിലിപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒട്ടും പ്രഷർ എടുക്കാൻ പറ്റില്ല, ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അല്ലാതെ തന്നെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഏറ്റെടുത്തിട്ട് ഈ റിസ്ക്കും കൂടെ ഏറ്റെടുക്കാൻ അവർ ഒട്ടും തന്നെ തയ്യാറല്ല. ഇനിയിപ്പോൾ ഈ ബന്ധത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്സ് 6 ഓഫ് സോർഡ്സ്, 9 ഓഫ് സോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ എന്താ ഈ ബന്ധത്തിൽ ശരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്. പക്ഷേ ഈ സ്നേഹത്തോടൊപ്പം ആ വ്യക്തി ഒരു ബന്ധനം ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബന്ധിക്കപ്പെട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യും. അതവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. കാരണം അവർക്ക് വേറെയും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർക്ക് ഓൾറെഡി ആ ഒരു ബർഡൻ ഉള്ളപ്പോൾ ഇതുകൂടി ഏറ്റെടുക്കാൻ ഒട്ടും തന്നെ തയ്യാറല്ല. കാരണം ഇത് അവർക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. നിങ്ങളിങ്ങനെ റൂൾസും റെഗുലേഷൻസും വെച്ച് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിൽക്കുമ്പോൾ അവർക്കത് ഭയങ്കര സ്ട്രെസ്സാണ്. അതുകൊണ്ടാണ് അവരിത് ഏറ്റെടുക്കാൻ തയ്യാറാത്തത്. നിങ്ങളിങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കുന്നത് കൊണ്ട് അവർക്ക് ഈ റിലേഷനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. ക്യാഷ്വൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ ആ വ്യക്തിയും വളരെയധികം അപ്സെറ്റാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നല്ല സ്ട്രെസ്സുണ്ട്. അവരും ഒരുപാട് ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂണും ഹൈ പ്രീസ്റ്റുമാണ്. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആവും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആവും. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ ആഗ്രഹിക്കും. നിങ്ങളോട് വീണ്ടും വീണ്ടും സംസാരിക്കുവാനും നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനുമൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. ആ സമയത്ത് ഈ വ്യക്തിയും നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കും. അതുപോലെ തന്നെ എന്തായാലും ഈ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യും. സ്പെൽ ചെക്ക്, അഫർമേഷൻ, അങ്ങനെ എന്തെങ്കിലും, അതുപോലെ ആക്ടിവിറ്റീസും ഒക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്യും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ അവരുടെ മുന്നിൽ അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊന്നും കാണിക്കരുത്. നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ആരില്ല എങ്കിലും ഞാൻ ജീവിക്കുമെന്ന രീതിയിൽ മാത്രം ജീവിക്കുക, അങ്ങനെ പെരുമാറുക. എന്നിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻ്റെ റിലേഷൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഈ സ്നേഹം എന്ന് പറയുന്ന വികാരം ഒരിക്കലും നമുക്ക് ആരിൽ നിന്നും പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര നിർബന്ധിച്ചാലും അത് നമ്മൾക്കങ്ങനെ കിട്ടുകയുമില്ല. അഥവാ അങ്ങനെ കിട്ടിയാൽ തന്നെ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് സ്വയം തോന്നേണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് ആ ഒരു സ്നേഹത്തിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഇനി
നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്ന്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് റിസ്ക് എടുക്കാനാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്തേ മതിയാകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവും. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. എനിക്കിതാണ് ബെസ്റ്റ് ചോയ്സ് എന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇതല്ല ഒരിക്കലും നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് ഇതിലും നല്ലത് ലഭിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്ക് വരാനുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഭാവിയിൽ വരാനുള്ളതെന്ന് അതുകൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 കാർഡാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും 4 ഓഫ് വാൻസുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ശരിയായൊരു പേഴ്സൺ വരും. സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട്. അതായത് വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വളരെയധികം സക്സസ് കാണുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം ലഭിക്കും, പക്ഷേ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകണം. നിങ്ങൾ ഈ ബന്ധം ഉപേക്ഷിക്കണം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ വെളിയിൽ വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഈ കംഫർട്ട് സോണിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വളരെയധികം നല്ലതുപോലെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം. ഒരുപാട് നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ലോൺലിനെസ് മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, അവരെ കാണാൻ പോവുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്കൊരു സെൽഫ് ലവ്, സെൽഫ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്.